सौभाग्यसिद्धात्यं दीक्षां देवी च पार्वती अन्नदाता सुधीर्भव. പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ? മലയാളത്തിലെ या ब्रह्मा शुद्ध शंकर प्रगतिदि देवै सदा वंदिता सा मागादु सरस्वती भगवती निःशेषजाड्यापः. ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. രൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയോ മനോജ്ഞമായി സ്വഭേദമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയോ മനോജ്ഞമായി സ്വഭേദമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. മനസ്സിലായ? ശാന്തി നമുക്ക് പൈസ കൊടുക്കാതെ കിട്ടുന്നത്. മനസ്സിലായ? കുടിക്കുന്നത് ഈസി, ഉണ്ടാകുന്നത് കഷ്ടം. മനസ്സിലായ? പൈസ കൊടുത്താൽ കിട്ടുക, ശാന്തി സമാധാനം വാങ്ങാൻ കിട്ടുക. പേപ്പർ മാത്രം പേര്
കൊടുത്തോ? ഉഷാറ് കിട്ടിയില്ല. നമുക്കിപ്പോ വെള്ളം കൊണ്ടുവരും, ബിസ്ക്കറ്റ് കൊണ്ടുവരും, അത് കുടിക്കും, കുറച്ച് ഉഷാറ് കിട്ടും കേട്ടാ. നിങ്ങൾ അങ്ങനെ വരുന്നതല്ലേ പുലിക്കടവന്ന്. ശരി. ആ ഇപ്പൊ ഉള്ളതിലും ആദ്യത്തെ 3 കിലോ കഴിച്ചു, ബാക്കി ആരാണ് നമ്മൾ? അച്ഛനും അമ്മയൊക്കെ അധ്വാനിച്ച് ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ഇതാണ് അവർ കഴിച്ച ഭക്ഷണമാണ്. അവർ തന്ന ഭക്ഷണം കൊണ്ടാണ് നമ്മളിപ്പോ കഴിച്ചത് അല്ലേ? ഇപ്പൊ കരയുന്ന അമ്മയും ഉരുകുന്ന അച്ഛനും ഉണ്ട്. അമ്മയ്ക്ക് വന്നിട്ട് വേദനാകുന്നത് കരഞ്ഞു പോകും. അച്ഛനിന്ന് കരഞ്ഞു തീർക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് കൂടുതൽ അസുഖം അച്ഛനും കൂടി കരഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. ഉരുകുന്ന ഒരു അച്ഛനുണ്ട് നമ്മുടെ ജീവിതത്തിന് പുറകെ അല്ലേ? അധ്വാനിച്ച് പണം ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ ഉരുകുന്ന ഒരു അച്ഛനുണ്ട്. അപ്പൊ ഈ അച്ഛന്റെയും അമ്മയുടെയും ഇതുമാണ് നമുക്കുള്ള ഇതുവരെയുള്ള ജീവിതം അല്ലേ? രാവിലെ പല്ല് വെച്ചു എല്ലാവരും ബ്രഷും വെച്ചു. ആരാ ബ്രഷ് കണ്ടുപിടിച്ചത്? ആരാണ് ബ്രഷ്? നമുക്കറിയില്ല അല്ലേ? അപ്പൊ ചോദിച്ചു വില്യം ആഡിസൺ എന്ന് പറയുന്ന അമേരിക്കക്കാരന് 1700-കളിലാണ് ബ്രഷ് കണ്ടു. ഏതാണ്ട് ഒരു 300-300 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ്. ഇത് എത്രമാത്രം മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു. ഇല്ല, അത് ലോകത്തിന് വേണ്ടി ഇങ്ങനെ ഈ ബ്രഷ് ഇത്തരം ഉപയോഗിക്കാട്ടോ ഇതാണെന്നും അതിന് പിന്നീട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ ബേബി ബ്രഷ്, സോഫ്റ്റ് ബ്രഷ്, ഹാർഡ് ബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷ് വന്നത്. ആരാ കണ്ടുപിടിച്ചത്? മറ്റാരോ കണ്ടുപിടിച്ചതാണ് അല്ലേ? രാവിലെ കുളിച്ചില്ല എല്ലാവരും? സോപ്പ് തേച്ചോ? നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കുറേ അറിവ് കിട്ടി ക്ലാസ്സിൽ നിന്ന്. നല്ല ഒരു മാഷായിരുന്നു ഇന്ന് ക്ലാസ് എടുത്തത്. കുറേ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ മാഷ് പറഞ്ഞു തന്നു. നമ്മളുടെ അമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ അനുസരിക്കണം എന്ന് മാഷ് പറഞ്ഞു തന്നു. വളരെ ഉപകാരപ്രദമായിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും ചെയ്യണമെന്ന് മനസ്സിലായി. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നും എല്ലാം മനസ്സിലായി. നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി. കുറച്ച് ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് വന്നെങ്കിലും നല്ലൊരു ക്ലാസ്സായിരുന്നു. കുട്ടികൾക്ക് എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നും പിന്നെ എന്താണ് അവരുടെ ഒരു വിഷനും അവർക്ക് നാളെ ഭാവിയിൽ എന്തൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു നല്ലൊരു ക്ലാസ്സായിരുന്നു കിട്ടിയിരുന്നത്.